മോർച്ചറിയിൽ കിടക്കുന്ന മൃതദേഹം എടുത്തുകൊണ്ടുവന്ന് രാഷ്ട്രീയം കളിക്കാതെ 1972 നിയമം മാറ്റാൻ പാർലമെന്റിൽ ഒരു വാക്കുരിയാടിയോ നിങ്ങളുടെ എം പി? ഡോക്ടർ അരുൺ, 1972 വന്യജീവി നിയമത്തിന്റെ സെക്ഷൻ 11A(1) അത് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇഫ് എനി ആനിമൽ വിച്ച് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ അപകടകാരിയായിട്ടുള്ള ഏത് മൃഗത്തെയും വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് കൊടുത്താൽ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഗംഗാ സിംഗ് ഇപ്പൊ അദ്ദേഹം ഉത്തരവ് കൊടുത്താൽ അത് വിതിൻ സെക്കൻഡ്സ്, മണിക്കൂറുകളൊന്നും വേണ്ട, അത് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം അവർക്കുണ്ട്. ഒന്ന്. രണ്ട്, കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഒരു 15-20 ദിവസം മുമ്പാണല്ലോ വയനാട്ടിൽ വന്നത്. അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്തിന് അവർക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന നിയമം അവർ പ്രയോഗിക്കാതെ ഇന്ദിരാഗാന്ധി 1972 കൊണ്ടുവന്ന നിയമത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് സംശയമല്ല. കാടിറങ്ങി വരുന്നൊരു കാട്ടാനെ ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വെടിവെച്ച് കൊല്ലണമെങ്കിൽ അത് പൂർണ്ണമായും ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടണം. താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള നിയമങ്ങളിലൂടെ നൂലാമാലകളിലൂടെ കടന്നു പോകണം. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഗാഡ്ഗിൽ പറയുന്നത് പോലെ ഓസ്ട്രേലിയയിൽ കങ്കാരുക്കൾ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിട്ടതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സെക്രട്ടറിക്ക് ഉത്തരവിടാനുള്ള അവകാശം കൊടുക്കണം സർ. ഇപ്പൊ ബേലൂർ മഖന ഇറങ്ങി വന്ന്, അതല്ലെങ്കിൽ തണ്ണീർക്കൊമ്പൻ ഇറങ്ങി വന്ന് ഒരു അജീഷിനെ ഓടിച്ച് അതിനെ ചവിട്ടി കൊന്നു കഴിയുമ്പോൾ പിന്നെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഉത്തരവ് കൊടുക്കുക, അത് മനുഷ്യജീവൻ അപകടകാരിയാണ്, വെടിവെച്ച് കൊല്ലാനുള്ള നടപടി സ്വീകരിക്കണം. ഇനി അങ്ങ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ 144 പ്രഖ്യാപിക്കും. 133 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് CRPC. 133ന്റെ F-ൽ 6 എന്താ പറയുന്നതെന്നറിയോ? ഇതുപോലെ അപകടകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനായി ജില്ലാ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഐദർ കളക്ടർ ഓർ സബ് കളക്ടർ ഓർഡർ കൊടുക്കണം. പക്ഷെ അങ്ങനെ കളക്ടർ ഉത്തരവിട്ടാൽ നിങ്ങൾ വെച്ചോണ്ടിരിക്കുവോ കളക്ടർ? ഞാൻ ചോദിക്കുന്നത്, അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വേണ്ടേ? അതിന് ഇച്ഛാശക്തി ഇവർക്കില്ല. മലയോര കർഷകർക്ക് വേണ്ടി, ഈ മലയോര കർഷകർക്ക് വേണ്ടി നാവെടുത്ത് ഒരു കമാവുന്ന അക്ഷരം ഡീൻ കുര്യാക്കോസ് മിണ്ടിയിട്ടില്ല. ആരോടാ നിങ്ങൾ പറയുന്നത്? ഇത് ഞാൻ വരുന്നു സാർ, പറഞ്ഞോ. അവരുടെ മൈക്കില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ആരോടാ നിങ്ങൾ പറഞ്ഞത്? പാർലമെന്റിന്റെ അകത്ത് ഈ കാര്യം ഏത് പ്രശ്നവും ഇടുക്കിയിൽ ഉണ്ടായപ്പോൾ, ഏത് ആളുകൾ വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പാർലമെന്റിന് മുമ്പാകെ ബോധ്യപ്പെടുത്തിയ ഒരാളാണ്. പലവട്ടം ഇതിനെക്കുറിച്ച് നിവേദനവും കൊടുത്ത ആളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കർത്തവ്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നില്ല. ഇവിടെ ഇടപെട്ടിട്ടുണ്ട് പാർലമെന്റ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനം, ഇവിടെ വനം വകുപ്പ് മന്ത്രിയെ കുറിച്ച് പറഞ്ഞു. അപ്പുറത്തൊരു വനം വകുപ്പ് മന്ത്രിയുണ്ട്, മതിവേന്ദൻ. ഇവിടുന്ന് നമ്മൾ കൊണ്ടുവിട്ട അരിക്കൊമ്പൻ അവൻ മേധകാനത്ത് നിന്ന് കമ്പത്തിറങ്ങി ഒരാളെ തട്ടി മരിച്ചപ്പോൾ 6 മണിക്കൂർ കൊണ്ട് വനം വകുപ്പ് മന്ത്രി അവിടെ എത്തിയിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ഈ ആനയെ പിടിച്ചതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അത് അങ്ങനെ നടപടി എടുത്ത ഒരു വനം മന്ത്രി മതിവേന്ദൻ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലുണ്ട്. വയനാട്ടിൽ ആന ഇറങ്ങിയാൽ നമ്മുടെ വനം വകുപ്പ് മന്ത്രിയെ കാണാനില്ലല്ലോ. അദ്ദേഹം ഒന്ന് വർത്തമാനം പറഞ്ഞു വരണമെങ്കിൽ ഈ ആന ഇറക്കുന്ന പോലെയാണല്ലോ അദ്ദേഹം ഒന്ന് വർത്തമാനം പറഞ്ഞു വരും. ഈ സൈസ് സാധനങ്ങളെ മാറ്റിയാൽ തന്നെ ആദ്യം അപ്പൊ ഈ വോട്ടിലൊക്കെ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. 100%. പക്ഷെ ഒരു സംശയമുണ്ട്, 4,44,00,000 രൂപ ഡീൻ കുര്യാക്കോസ് ചെലവാക്കിയിട്ടില്ലല്ലോ. അത് വെറുതെ ഒരു ആരോപണം പറയുന്നത് കണക്കാ. ഞാൻ പറയുന്നത് കേൾക്കുന്നേ, ഇത് കഴിഞ്ഞ മാസം വരെയുള്ള കണക്കാണ് എടുത്തിരിക്കുന്നത്. ഈ മാസത്തോടു കൂടിയാണ് ഇതിന്റെ തുക വിനിയോഗത്തിന്റെ പൂർണ്ണമായ. 5 വർഷമായിട്ട് 17 കോടി ചെലവഴിക്കാൻ അവസാനത്തെ മാസം 4 കോടി ചെലവഴിക്കുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറയുന്ന നാളെ കഴിഞ്ഞ് ഈ കാര്യത്തെക്കുറിച്ച് ഡീൻ കുര്യാക്കോസ് വാർത്താ സമ്മേളനം, ഈ പത്രത്തിൽ വന്ന ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ 17 കോടി എന്ന് പറയുന്നത് 5 വർഷക്കാലം 2.5 വർഷക്കാലം കോവിഡ് കാലത്ത് MPയുടെ ഫണ്ടില്ലായിരുന്നു. ശേഷിക്കുന്ന കാലത്തെ 17 കോടി രൂപയിൽ 1 രൂപ പോലും മിച്ചമില്ലാതെ MP ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നു. നാളെ കഴിഞ്ഞ് അതിന്റെ കണക്ക് MP